ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇംപോസ്റ്റർ സിൻഡ്രം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇംപോസ്റ്റർ സിൻഡ്രം എന്നുള്ള വാക്ക് കേൾക്കുന്നത് നിങ്ങൾ നോക്കണ്ട, പക്ഷെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും മേ ബി നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്ത് വന്നിരിക്കും. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഒരു പെർസിസ്റ്റന്റ് ഫീലിംഗ് ആയിരിക്കും, എപ്പോഴും സെൽഫ് ഡൗട്ട്, അവനവൻ വലിയ കൊള്ളില്ല, അത്ര പോരാ എന്നുള്ളൊരു രീതിയിലായിരിക്കും ഇവരുടെ ഒരു ഇതുണ്ടാവുക. അവർ എത്ര കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ഇവരൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്ക്. ഇവരുടെ മുന്നിൽ ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ എങ്കിലും ഇവരെ തന്നെ ഒരു ഫ്രോഡായിട്ട് അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലായിരിക്കും. സെൽഫ് ഡൗട്ടഡ് ആണ് എന്ന് വെച്ചാൽ സെൽഫ് ഡൗട്ടിങ് ആണ്. അവനവൻ എങ്ങനെ, എന്താണ്, ഞാൻ കൊള്ളുവോ ഇല്ലേ എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇതാക്കി കഴിഞ്ഞപ്പോൾ വർക്കിന്റെ കാര്യത്തില് എന്നെ എപ്പ പൊക്കും എന്നുള്ള ചിന്താഗതിയായിരിക്കും. എന്നാൽ അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ക്ലിയർ ആയിട്ടായിരിക്കും ചെയ്തത്, പക്ഷെ ഇപ്പൊ പൊക്കും. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ എപ്പ പൊക്കും, എന്നെ എപ്പ വിളിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും ഇവർക്ക്. പിന്നെ ഇവരുടെ കോമൺ ആയിട്ടുള്ള കുറച്ച് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടായെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടായെന്ന് വെച്ചോ, ഇതൊരിക്കലും ഇവരുടെ കഴിവ് കൊണ്ടാണ് ഉണ്ടായെന്ന് പറയില്ല ഇവര്. പകരം ഇവർ പറയാ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് അതൊക്കെ ഒരു ലക്ക് കാരണം കിട്ടിയതാണ്. അത് ഞാനിപ്പോ ഇപ്പൊ നമ്മൾ പറയില്ലേ, ചക്കട്ടപ്പം മൊയില് ചത്തു അങ്ങനല്ലേ പറയാ. അപ്പോ അതുപോലൊക്കെ വിചാരിക്കും. പിന്നെ ഓവർ വർക്കിംഗ് ചെയ്യും. എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഇങ്ങനെങ്കിലും നോക്കിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് തോൽവികൾ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര പേടിയായിരിക്കും തോൽവികളെ കുറിച്ചിട്ട് ഓർത്തിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താക്കും, ചാലഞ്ചസ് വലുതായിട്ട് എടുക്കില്ല. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവരെ എടുക്കില്ല. ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ഒരു പൊക്കി അടിച്ച് പറയല്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുക. മേ ബി അവർക്ക് ഒരു ഇതുണ്ടാവും, ഇത് ഇവരെ ആക്കുന്നതാണോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടായിരിക്കാം മേ ബി. അങ്ങനെ ഒരു ചിന്താഗതി ആയിരിക്കും. പിന്നെ ഇവരെപ്പോഴും എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് സ്വന്തം തന്നെ വിചാരിക്കും, ഞാൻ അത്ര പോരാ. സംഭവം ഇവർ അത്രയും അടിപൊളി ആയിരിക്കും, പക്ഷെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇൻഫീരിയർ ആണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും കഴിവില്ല, മറ്റവരൊക്കെ അടിപൊളിയാണ് എന്നുള്ള രീതിയിലേക്ക് ചിന്ത തോന്നിക്കാം. ഇതൊക്കെ വരാൻ ഇവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷനിസം ആഗ്രഹിക്കുന്ന, ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഒക്കെ ഉള്ള, സൈക്കോളജിക്കലും സോഷ്യലും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഒക്കെ കാരണം, ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ കാരണമൊക്കെ നമുക്ക് ഈ ഒരു ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. അപ്പൊ കുറച്ച് കോമൺ ആയിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്ഷനിസം ആണ് ഫസ്റ്റ് വൺ. അപ്പൊ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു ടാർഗറ്റ് ഇവർ ഫിക്സ് ചെയ്യും. അപ്പൊ അവര് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് രീതിയിലായിരിക്കാം, പക്ഷെ അതൊന്നും പോരാ. അത്രയും അവര് ടാർഗറ്റ് എന്താണോ അത് തന്നെ മീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അത്രയും പെർഫെക്ഷനിസം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യും. അതിന്റെ ഒന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആണെന്നാണ് ഇവർ ചിത്രീകരിക്കുക. ഇവര് എന്ത് നല്ലത് ചെയ്ത് കഴിഞ്ഞാലും ഇവരെപ്പോഴും അത് അത്ര ഗുണമില്ല എന്നുള്ള രീതിയിൽ അതിനെ കാണുള്ളൂ. അവനവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യും, അവനവനെ തന്നെ. പിന്നെ ഇപ്പൊ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് അവർ വളർന്ന രീതി, അവരെ ഫാമിലി വളർത്തിയെടുത്ത രീതി, അപ്പൊ ഫാമിലിന്റെ ഡൈനാമിക്സ് ഒക്കെ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഫാമിലിയിൽ ഒരു അച്ചീവ്മെന്റിനെ മാത്രം പൊക്കിയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അതിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും അവരെ. ഇപ്പൊ നമ്മുടെ ചില ഫാമിലിയിലൊക്കെ ഉണ്ടാവും ചില സിബ്ലിങ്സിന്, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പേരിലോ അവർ അടിപൊളി സ്മാർട്ടാണ് എന്നുള്ള ടാഗ് ലൈൻ ഒക്കെ വെച്ച് ലേബിൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടു വളരുന്ന ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ മിക്സ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ട്, ഒരു കൺസിസ്റ്റൻസി ഒന്നും ഇല്ലാത്ത രീതിയിൽ പേരൻസിന്റെ ഭാഗത്തുനിന്ന് ഓരോ ഇതുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം കുട്ടീനെ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു, ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഇങ്ങനെ, അല്ലെങ്കിൽ നീ ചെയ്തത് തെറ്റ് അങ്ങനെയൊക്കെ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ലതിനെ അച്ചീവ്മെന്റിനെ ഭയങ്കരമായിട്ട് അങ്ങ് പ്രൈസ് ചെയ്തു. കുട്ടിക്ക് തന്നെ മനസ്സിലാവില്ലേ താൻ ഒട്ടും കൊള്ളില്ലേ, അതോ ഇനി ഭേദമാണോ എന്താണെന്നുള്ള മനസ്സിലാവാത്തൊരവസ്ഥ. കാരണം വല്ലാതെ അങ്ങ് പ്രൈസ് ചെയ്യുകയും ചെയ്യും, എന്നാൽ ചില സമയത്ത് വല്ലാതെ അങ്ങ് താഴ്ത്തുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഒരു പുതിയൊരു അല്ലെങ്കിൽ ഒരു ഹൈ പ്രഷർ എൻവയോൺമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പുതിയൊരു ജോബിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ഒരു പുതിയൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക എന്നുള്ളൊരു അവസ്ഥകളിലൊക്കെ, പിന്നെ ഒരു എൻവയോൺമെന്റിലേക്ക് നിങ്ങൾ കയറുകയാണ്, നിങ്ങൾ ഒരു ഔട്ട്സൈഡർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാണ്, ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഭയങ്കരമായിട്ട് അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോൾ. പിന്നെ നാലാമത്തെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ഇന്റേണലൈസ്ഡ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ബിലീഫ്സ്, അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം ലക്കിന്റെ കാരണത്താൽ ഒന്ന് വിട്ടുകൊടുക്കും. നമ്മുടെ കാരണത്താലാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണെന്ന് ഒരിക്കലും ചിന്തിക്കില്ല. ഇവർക്ക് എപ്പോഴും പേടിയാണ്, ഇവര് ഇൻകോമ്പിറ്റന്റ് ആണ്, ഇവർ പോരാ എന്നുള്ളതൊക്കെ വരുമോ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവർക്ക് എപ്പോഴും. ഒരു പേടിയാണ് ഇവർക്ക്. സക്സസിനൊക്കെ ഇന്റേണലൈസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സൊസൈറ്റീൻ്റെ അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ്, ബാക്കിയുള്ള ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കാരണം
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പ്രഷർ കൊടുക്കും ഒരു ഇൻഡിവിജ്വലിന്. നിങ്ങളുടെ അടുത്ത് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആയിത്തീരണം, അങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ ആവണം, ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന അവസ്ഥയിൽ. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ചില സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പം ബയസ്ഡ് ആണ്, ഇന്ന ഇത് അങ്ങനെ ആയിത്തീരണം എന്നുള്ള എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പം അത് മീറ്റ് ചെയ്യാനായിട്ട്, ഇത് ആയിത്തീരണം എന്നുള്ളതാണല്ലോ, അപ്പൊ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെടും കിടന്നിട്ട്. അപ്പൊ അതായിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലക്കിന് വിട്ടുകൊടുക്കും. അങ്ങനെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവനവന്റെ ടാലന്റ് കൊണ്ടാണ് ഇത് കിട്ടിയത് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായെന്നുള്ള ഒരിക്കലും അവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ? അപ്പോ അത് ഒരിക്കലും നിങ്ങളുടെ വരുന്ന തലമുറകളിലേക്ക് നിങ്ങൾ ഇങ്ങനത്തെ പ്രഷർ കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് അവരെ ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.